നമ്മളിൽ മിക്കവരും ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നത് സിനിമയിലോ സോഷ്യൽ മീഡിയയിലോ കണ്ടിട്ടായിരിക്കും അല്ലേ? ഒരു പ്രമുഖ നടനോ മോഡലോ ചെയ്യുന്ന ആ ഹെയർ സ്റ്റൈൽ കണ്ട് അതേ ഫോട്ടോയും ഫോണിൽ കാണിച്ച് ബാർബറുടെ അടുത്ത് ചെന്ന് അതേപോലെ വെട്ടിയിറങ്ങുമ്പോൾ വിചാരിച്ച ആ ഒരു ലുക്ക് കിട്ടാറില്ല. പലപ്പോഴും കയ്യിൽ നിന്ന് പൈസ പോയതും മുടിയുടെ ലുക്ക് പോയതും മാത്രം മിച്ചം. ഇത് നിങ്ങളുടെ മാത്രം അനുഭവമായിരിക്കില്ല. നമ്മളിൽ ഭൂരിഭാഗം പുരുഷന്മാരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു അബദ്ധത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വളരെ ലളിതമാണ്. ആ ഹെയർ സ്റ്റൈൽ ആ ആളുടെ ഫേസ് ഷേപ്പിനും ബോൺ സ്ട്രക്ചറിനും ചേരുന്നതായിരുന്നു, നിങ്ങളുടെ മുഖത്തിനല്ല. നമ്മൾ ഓരോരുത്തരുടെയും ഫേസ് ഷേപ്പും ബോൺ സ്ട്രക്ചറും തികച്ചും വ്യത്യസ്തമാണ്. മറ്റൊരാളുടെ ഫേസ് സ്ട്രക്ചറിന് ചേരുന്ന ഒരു കട്ട് നിങ്ങളുടെ മുഖത്ത് വരുമ്പോൾ അത് വിചാരിച്ച ഭംഗി നൽകില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫേസിന്റെ സ്വാഭാവികമായ ആകർഷണീയതയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ബോൺ സ്ട്രക്ചറിന് അനുയോജ്യമായ ഹെയർ സ്റ്റൈൽ കൃത്യമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മറ്റ് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റുകളോ മേക്കപ്പോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ ഫേസ് കൂടുതൽ ഷാർപ്പായും ഡിഫൈൻഡായും മാസ്കുലിനായും കാണപ്പെടാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ലുക്കിനെയും ആത്മവിശ്വാസത്തെയും അടുത്ത ലെവലിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത 5 പ്രധാന ഹെയർ സ്റ്റൈലുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. 1. ടെക്സ്ചേർഡ് ക്രോപ്പ്. ഇന്ന് ഗ്ലോബൽ ഫാഷൻ ട്രെൻഡുകളിലും യൂത്തിനിടയിലും ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ മിക്ക ആളുകൾക്കും ഇതിന്റെ പിന്നിലെ സയൻസും സൈക്കോളജിയും അറിയാത്ത ഒരു ഹെയർ സ്റ്റൈലാണിത്. വെറുമൊരു സാധാരണ ഷോർട്ട് കട്ട് എന്നതിനപ്പുറം നിങ്ങളുടെ മുഖത്തിന് ഒരു ഷാർപ്പ് ആംഗുലർ ലുക്ക് നൽകാൻ ഇതിന് കഴിയും. എങ്ങനെ പ്രവർത്തിക്കുന്നു? ഈ ഹെയർ സ്റ്റൈലിന്റെ പ്രധാന സവിശേഷത ഇതിന്റെ വശങ്ങൾ വളരെ ടൈറ്റായി കട്ട് ചെയ്യുന്നു എന്നതാണ്. സൈഡുകൾ ക്ലീനായി ഫെയ്ഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ താടിയെല്ലും ചീക്ക് ബോൺസും പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ മുഖത്തിന് ചുറ്റുമുള്ള ആവശ്യമില്ലാത്ത മുടിയുടെ വിഷ്വൽ നോയ്സ് ഇത് പൂർണ്ണമായും ഒഴിവാക്കുന്നു. മുകളിൽ നൽകുന്ന ചോപ്പി അല്ലെങ്കിൽ ടെക്സ്ചേർഡ് ആയ മുടി സൈഡുകളുമായി ഒരു ശക്തമായ കോൺട്രാസ്റ്റ് ഉണ്ടാക്കുന്നു. ഇത് നിങ്ങളുടെ തലയ്ക്ക് കൂടുതൽ സ്ട്രക്ചർ നൽകുകയും നിങ്ങളുടെ ഫേസ് അല്പം റൗണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആണെങ്കിൽ പോലും ഒറ്റയടിക്ക് കൂടുതൽ ഷാർപ്പാക്കി മാറ്റുകയും ചെയ്യും. ആർക്കൊക്കെ അനുയോജ്യം? മുഖത്തിൽ അല്പം കൊഴുപ്പ് കൂടുതലുള്ളവർ, അല്ലെങ്കിൽ ഫേസ് ഷേപ്പ് പെർഫെക്റ്റായി ഡിഫൈൻഡ് അല്ലാത്തവർ, അധികം സമയം മുടി സ്റ്റൈൽ ചെയ്യാൻ മാറ്റിവെക്കാൻ ഇല്ലാത്തവർ, ക്ലീനായും എന്നാൽ അതേസമയം മോഡേണായും കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവർ. ബാർബറോട് എന്തു പറയണം? സൈഡ്സ് നല്ല ടൈറ്റ് ഫെയ്ഡ് അല്ലെങ്കിൽ ലോ ഫെയ്ഡ് വേണം. മുകൾ ഭാഗം അല്പം നീളത്തിൽ ടെക്സ്ചേർഡ് ആൻഡ് ചോപ്പിയായി കട്ട് ചെയ്യണം. മുൻഭാഗത്ത് ചെറിയൊരു ഡ്രോപ്പ് നൽകിയാൽ ലുക്ക് പൂർണ്ണമാകും. 2. കേർട്ടൻ ബാങ്ക്സ് ഫ്ലോ. ഇന്ന് ഇൻസ്റ്റഗ്രാമിലും പിൻട്രസ്റ്റിലും നമ്മൾ സ്ഥിരമായി കാണുന്ന, ഇന്നത്തെ തലമുറയിലെ ഏതൊരു ആൺകുട്ടിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എസ്തറ്റിക് ഹെയർ സ്റ്റൈലാണിത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ ഹെയർ സ്റ്റൈൽ കാണാൻ വളരെ സ്റ്റൈലിഷ് ആണെങ്കിലും എല്ലാവരുടെ മുഖത്തിന് ഇത് ചേരണമെന്നില്ല. എങ്ങനെ പ്രവർത്തിക്കുന്നു? മുടി മധ്യത്തിൽ നിന്ന് വിഭജിച്ച് 2 വശങ്ങളിലേക്കും സ്വാഭാവികമായി വീഴുന്ന രീതിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റിക്കും മുഖത്തിനും നടുവിലായി ഒരു വെർട്ടിക്കൽ ലൈൻ രൂപപ്പെടുന്നു. ഈ വെർട്ടിക്കൽ ലൈൻ നിങ്ങളുടെ മുഖത്തിന് ഒരു ഇല്യൂഷൻ നൽകുകയും മുഖം കൂടുതൽ നീളമുള്ളതായും മെലിഞ്ഞതായും തോന്നിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഇത് നിങ്ങളുടെ കണ്ണുകളിലേക്കും നെറ്റിയുടെ മുകൾ ഭാഗത്തേക്കും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. മിക്ക പുരുഷന്മാരുടെയും ബോൺ സ്ട്രക്ചർ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ആകെ ലുക്ക് മാറ്റും. പ്രധാനപ്പെട്ട സ്റ്റൈലിംഗ് ടിപ്പ്: വളരെ നീളമുള്ള മുടി ഒരു ഫ്ലോയോ ടെക്സ്ചറോ ഇല്ലാതെ വെറുതെ നടുവേ തിരിച്ചിട്ടാൽ അത് വളരെ ഫ്ലാറ്റായി തോന്നിപ്പിക്കുകയും നിങ്ങളുടെ ലുക്ക് കേടുവരുത്തുകയും ചെയ്യും. അതിനാൽ സ്വാഭാവികമായ ചലനമുള്ള ഒരു ലുക്ക് ഇതിന് അത്യാവശ്യമാണ്. ബാർബറോട് എന്തു പറയണം? നടുക്കിൽ നിന്ന് സെന്റർ സ്പ്ലിറ്റ് ചെയ്യാൻ പാകത്തിന് മുകളിൽ നല്ല നീളം വേണം. മുടി ഫ്ലാറ്റായി പോകാതിരിക്കാൻ സ്വാഭാവിക മൂവ്മെന്റ് ലഭിക്കുന്ന രീതിയിൽ ലോങ് ലെയേഴ്സ് കട്ട് ചെയ്തു തരണം. ബാക്കി ഹെയർ സ്റ്റൈലുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായി ഒരു അത്ഭുതകരമായ ഓഫർ അറിയിക്കുകയാണ്. നിങ്ങളുടെ ആകെ ലുക്കും പേഴ്സണാലിറ്റിയും അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന നമ്മൾ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഫുൾ വീഡിയോ മാസ്റ്റർ ക്ലാസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും സ്വന്തമാക്കാം. ഓരോന്നിനും 3999 രൂപ വിലമതിക്കുന്ന ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദ മാസ്റ്റർ ക്ലാസ് എന്നയും അൾട്ടിമേറ്റ് കാലിസ്ഫിനിക്സ് ഗൈഡ് എന്ന 2 പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സുകൾ വെറും 189 രൂപയുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഇത് മാത്രമാണോ? അല്ല. ഈ മെമ്പർഷിപ്പിലൂടെ താഴെ പറയുന്ന എക്സ്ക്ലൂസീവ് കോഴ്സ് പ്ലേലിസ്റ്റുകളിലേക്കുള്ള ആക്സസും നിങ്ങൾക്ക് ഒപ്പം ലഭിക്കുന്നു. ലുക്ക് മാക്സിംഗ് പ്ലേലിസ്റ്റ്.
നിങ്ങളുടെ ഫേസ് സ്ട്രക്ചർ, ജോ ലൈൻ, ആകെ ലുക്കും എന്നിവ മെച്ചപ്പെടുത്താനുള്ള സയന്റിഫിക് ഗൈഡ്. ഡാർക്ക് സൈക്കോളജി മാസ്റ്റർ ക്ലാസ്, മനുഷ്യരുടെ പെരുമാറ്റ രീതികളും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും മനസ്സിലാക്കാനുള്ള ക്ലാസുകൾ. ബുക്ക് സമ്മറീസ് ഇൻ മലയാളം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്കുകളുടെ വിശദമായ മലയാളം സമ്മറികൾ. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ലുക്കും പൂർണ്ണമായും ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് സ്വന്തമാക്കൂ. നിങ്ങളുടെ മുഖത്തെ വളരെ പെട്ടെന്ന് ആകർഷകമാക്കാൻ സഹായിക്കുന്ന, എന്നാൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും അണ്ടർറേറ്റഡ് ആയ ഒരു ഹെയർ സ്റ്റൈൽ കോമ്പിനേഷനാണിത്. എന്താണ് ടേപ്പറും ഫെയ്ഡും തമ്മിലുള്ള വ്യത്യാസം? ഒരു സാധാരണ സ്കിൻ ഫെയ്ഡിൽ വശങ്ങളിലെ മുടി പൂർണ്ണമായും വടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ടേപ്പർ ചെയ്യുമ്പോൾ വശങ്ങളിലെ മുടിയുടെ നീളം ക്രമാനുഗതമായി കുറഞ്ഞു വരികയും വശങ്ങളും കഴുത്തിന്റെ പിൻഭാഗവും വളരെ സട്ടിലായി ക്ലീൻ ആവുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മുഖത്തിന് അമിതമായ അഗ്രസീവ് ലുക്ക് നൽകാതെ തന്നെ ഷാർപ്നെസ് നൽകുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു? വശങ്ങളിൽ ക്ലീൻ ടേപ്പർ നൽകിയ ശേഷം തലയുടെ മുകൾ ഭാഗത്ത് നല്ല വോളിയം നിലനിർത്തുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് വിഷ്വലായി കൂടുതൽ ഉയരം ലഭിക്കുന്നു. ഉയരം കൂടുതലുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രക്ചറുള്ള ഫേസ് എപ്പോഴും കൂടുതൽ ഷാർപ്പായി തോന്നിക്കും. സ്റ്റൈലിംഗ് ഗൈഡ്. കുളിച്ചതിനു ശേഷം നിങ്ങളുടെ മുടിയിൽ അല്പം ഹെയർ വോള്യൂമൈസിംഗ് പൗഡറോ ടെക്സ്ചർ സ്പ്രേയോ ഉപയോഗിക്കുക. തുടർന്ന് ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഉണക്കുക. ഈ വോളിയം ലിഫ്റ്റാണ് നിങ്ങളുടെ മൊത്തം ഫേസ് സ്ട്രക്ചറിനെയും മാറ്റിമറിക്കുന്നത്. ബാർബറോട് എന്തു പറയണം? സൈഡ്സ് മൊത്തമായി വടിക്കുന്ന സ്കിൻ ഫെയ്ഡ് വേണ്ട, ഒരു മീഡിയം ടേപ്പർ മതി. മുകൾ ഭാഗത്ത് ഡ്രയർ ഉപയോഗിച്ച് വോളിയം കൂട്ടാൻ തക്കവിധം ആവശ്യത്തിന് നീളം നിലനിർത്തണം. 4. വൂൾഫ് കട്ട് വിത്ത് ലേയേഴ്സ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വൂൾഫ് കട്ട് എന്നത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്നുപോയ വെറുമൊരു താൽക്കാലിക ട്രെൻഡ് മാത്രമാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ ഇതൊരു പക്കാ സ്ട്രക്ചർ കട്ടാണ്. കൃത്യമായ ഫേസ് സ്ട്രക്ചർ ഉള്ള ഒരാൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. എങ്ങനെ പ്രവർത്തിക്കുന്നു? വൂൾഫ് കട്ടിലെ ലെയറുകൾ തലയുടെ മുകൾ ഭാഗത്ത് നല്ല കനത്തിൽ തുടങ്ങി താഴേക്ക് വരുംതോറും കനം കുറഞ്ഞു വരുന്നു. ഇത് നിങ്ങളുടെ താഴത്തെ ഭാഗത്തുള്ള ആവശ്യമില്ലാത്ത മുടിയുടെ ഭാരം അല്ലെങ്കിൽ ബൾക്ക് കുറയ്ക്കുന്നു. പ്രത്യേകിച്ച് സ്ക്വയർ ജോ ലൈൻ അല്ലെങ്കിൽ നല്ല അസ്ഥിഘടനയുള്ള മുഖമുള്ള പുരുഷന്മാർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. ഇത് നിങ്ങളുടെ സ്ട്രോങ് ആയ ജോ ലൈനെ മറച്ചുവയ്ക്കാതെ തന്നെ അതിനനുയോജ്യമായ രീതിയിൽ മുഖത്തെ ഫ്രെയിം ചെയ്ത് നിർത്തുന്നു. ബാർബറോട് എന്തു പറയണം? ക്രൗൺ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴേക്ക് ഹെവി ലേയേഴ്സ് വേണം. ബാക്ക് ഭാഗത്ത് ക്ലീനായും ഡിഫൈൻഡായുമുള്ള നെക്ക് ലൈൻ നൽകണം. 5. ദ സ്ലിക്ക് ബാക്ക്. ഈ ലിസ്റ്റിലെ ഏറ്റവും പവർഫുള്ളായ, അതേസമയം തന്നെ അല്പം റിസ്കിയായ ഹെയർ സ്റ്റൈലാണിത്. പണ്ടുമുതലേ ക്ലാസിക് ലുക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുടെ പ്രിയപ്പെട്ട കട്ടാണിത്. എന്തുകൊണ്ട് ഇത് റിസ്കിയാണ്? സ്ലിക്ക് ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി മുഴുവനായും പുറകിലേക്ക് ചീകി ഒതുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റിയെയോ വശങ്ങളെയോ മറച്ചുപിടിക്കാൻ ഇവിടെ മറ്റ് ലെയറുകളോ കേർട്ടൻ ബാങ്ക്സോ ടെക്സ്ചറുകളോ ഇല്ല. നിങ്ങളുടെ മുഖം പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ബോൺ സ്ട്രക്ചർ സ്ട്രോങ് ആണെങ്കിൽ, നല്ല ജോ ലൈനും ഡിഫൈൻഡായ ചീക്ക് ബോൺസും ഉണ്ടെങ്കിൽ നിങ്ങളെ 10 മടങ്ങ് കൂടുതൽ ആധിപത്യമുള്ളവനും മാസ്കുലിനുമാക്കാൻ ഇതിന് കഴിയും. എന്നാൽ നിങ്ങളുടെ മുഖം വളരെ റൗണ്ട് അല്ലെങ്കിൽ കൊഴുപ്പുള്ളതാണെങ്കിൽ അതും ഇത് കൃത്യമായി പുറത്തു കൊണ്ടുവരും. സ്റ്റൈലിംഗ് രീതി. ഒരു മീഡിയം ഹോൾഡ് പ്രോഡക്റ്റും ഒരു ഫൈൻ ടൂത്ത് ചീബും ഉപയോഗിച്ച് മുടി പുറകിലേക്ക് ഒതുക്കുക. സൈഡുകൾ ഒരു ലോ ഫെയ്ഡ് അല്ലെങ്കിൽ ടൈറ്റ് ടേപ്പർ നിലനിർത്തുക. ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബാഹ്യമായ മാറ്റങ്ങൾ എപ്പോഴും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്താഗതിയിൽ നിന്നാണ്. മറ്റൊരാളെ കണ്ട് അന്ധമായി അത് കോപ്പി ചെയ്യുന്നത് ആദ്യം അവസാനിപ്പിക്കുക. നിങ്ങളുടെ സ്വന്തം മുഖത്തിന്റെ ഘടന, നിങ്ങളുടെ ബോൺ സ്ട്രക്ചർ എന്നിവ മനസ്സിലാക്കി അതിനനുയോജ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും യഥാർത്ഥ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനുള്ള ഏക വഴി. നിങ്ങളുടെ തനിയായ സവിശേഷതകളെ മറച്ചുവയ്ക്കാനല്ല, മറിച്ച് അതിനെ എടുത്തു കാണിക്കാനാണ് ഹെയർ സ്റ്റൈലുകൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിനോടകം 500-ലധികം മെമ്പേഴ്സ് ജോയിൻ ചെയ്തു കഴിഞ്ഞു. സെൽഫ് ഇംപ്രൂവ്മെന്റിലൂടെയും പ്രോപ്പർ ഗ്രൂമിംഗിലൂടെയും തങ്ങളുടെ ജീവിതവും പേഴ്സണാലിറ്റിയും മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു പവർഫുൾ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ നിങ്ങളും വൈകരുത്.
വെറും 179 രൂപയ്ക്ക് ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ്, അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് തുടങ്ങി ആയിരക്കണക്കിന് രൂപയുടെ കണ്ടന്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മറ്റ് 500 മെമ്പേഴ്സിനൊപ്പം ഈ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ പങ്കാളിയാകാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടനെ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഈ 5 ഹെയർ സ്റ്റൈലുകളിൽ നിങ്ങളുടെ ഫേസ് ഷേപ്പിന് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയ കട്ട് ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സ്വന്തം ലുക്കിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വാല്യുബിൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് കോണ്ടന്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.